ഗൈസ് വാട്സാപ്പ്. അപ്പം ഇന്നത്തെ വീഡിയോ ചീറ്റ് കോഡിന്റെ പാർട്ട് 1 ആണ്. ഞാൻ ഈ വീഡിയോയിൽ ചീറ്റ് കോഡുകളൊക്കെ കാണിച്ചു തരും. അപ്പം നമുക്ക് ആദ്യം നമ്മളെ ഓപ്പൺ സ്ഥലത്ത് വേണം ഈ ചീറ്റ് കോഡൊക്കെ ട്രൈ ചെയ്യേ. നമുക്ക് ഓപ്പൺ സ്ഥലത്ത് ബീച്ചിൽ പോകാൻ അവിടെ വെച്ച് കാണാം ഗൈസ്. അപ്പം ഞാൻ പറയാൻ പാടെ ചീറ്റ് കോഡ് നമ്മുടെ GTA5 ഫ്രാങ്ക്ലിന്റെ, ട്രെവറിന്റെയോ മൈക്കിളിന്റെ മൊബൈലിലാണ് ട്രൈ ചെയ്യാനുള്ളത്. ഈ ചീറ്റ് കോഡ്സ് നമുക്ക് വേറെ കുറെ ചീറ്റ് കോഡ്സ് എന്ന് വെച്ചാൽ ഈ ആക്ഷൻ വെച്ചുള്ളതാണ്. അത് ഞാൻ വേറെ വീഡിയോ ഇന്ന് നമുക്ക് ഈ ഡയലിംഗ് ചീറ്റ് കോഡ്സ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പൊ ഈ ചീറ്റ് കോഡ്സ് 100% വർക്കിംഗ് ആണ്. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് വർക്ക് ആവണില്ലെങ്കിൽ നിങ്ങൾ ഡയൽ ചെയ്ത നമ്പറിന്റെ പ്രശ്നമാണ്. അപ്പൊ നമ്മൾ നമ്പർ വഴിയാണ് ചീറ്റ് കോഡ് അടിക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും ഇനി ഇതുപോലത്തെ വീഡിയോസിനായി ലൈക്കും ഫോളോ ഷെയർ ഒക്കെ ചെയ്ത് വെച്ചോളൂ. നമ്മൾ ഇൻസ്റ്റ ID ഒന്ന് പോയിട്ടുണ്ട് നൈസായിട്ട്. അത് ഞാൻ എന്റെ സിമ്മ് മാറ്റിപ്പോ പോയതാണ്. അപ്പൊ ഗൈസ് ഞാൻ പുതിയ ഇൻസ്റ്റ തുടങ്ങുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ ഈ വീഡിയോക്ക് ഒരു 50K ഒരു 100 ലൈക്ക് മതി. ഞാൻ ചെറുതായിട്ട് ഇതായതേ ഉള്ളൂ, അതുകൊണ്ട് ഒരു 100 ലൈക്ക് മതി ഗൈസ്. അപ്പൊ എല്ലാവരും ലൈക്കിൽ സപ്പോർട്ട് ചെയ്യണം. നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. അപ്പൊ നമ്മള് ബീച്ചിൽ അങ്ങനെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ വെച്ചങ്ങ് തുടങ്ങാം അല്ലേ? അപ്പൊ ഗൈസ് നമുക്ക് ഇവിടെ വെച്ചങ്ങ് തുടങ്ങാം. അപ്പൊ നമുക്ക് ആദ്യം ഇതിനായി മൊബൈൽ എടുക്കേണ്ടതാണ്. അതെങ്ങനെ ഡയലിൽ പോകണം. അപ്പൊ എല്ലാ ചീറ്റ് കോഡ്സിന്റെ ഫസ്റ്റ് 1999 എന്നാണ്. ബാക്കി പറഞ്ഞുതരാം. അപ്പൊ ഗൈസ് ഇതാണ് നമ്മളെ ഫസ്റ്റ് ചീറ്റ് കോഡ്. ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ റിസൾട്ട് എന്ന് വെച്ചാൽ ഒരു റാപ്പിഡ് GT എന്ന് പറഞ്ഞ കാറാണ് വരാൻ പോകുന്നത്. അപ്പൊ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചീറ്റ് പ്രോസസ്സിംഗ് ഇത് കാണിച്ചിട്ട് കണ്ടോ, ഇവിടെ ഒരു കാർ സ്പോൺ ആയിട്ടുണ്ട്. റാപ്പിഡ് GT എന്നാണ് ഇതിന്റെ പേര്. അപ്പൊ ഇതാണ് ഫസ്റ്റ് കോഡ്. അപ്പൊ നിങ്ങൾ വിളിക്കുമ്പോൾ ഈ ഫോൺ നമ്പറിന്റെ താഴെ നിങ്ങൾ ഫോൺ നമ്പർ അടിച്ചിട്ട് കോൾ ചെയ്യുമ്പോൾ ചീറ്റ് പ്രോസസ്സിംഗ് എന്ന് കാണിച്ചാൽ മാത്രമേ ചീറ്റ് വർക്ക് ആവുള്ളൂ, ഇല്ലെങ്കിൽ വർക്ക് ആവില്ല എന്നാണ് അർത്ഥം. അപ്പൊ നമുക്ക് അടുത്ത ചീറ്റ് കോഡ് എടുക്കാൻ പോവാം ഗൈസ്. ഈ ചീറ്റ് കോഡ് കണ്ടോ, ഇതാണ് ഗെറ്റ് ഇൻവിസിബിലിറ്റി എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് സമയത്തേക്ക് മാത്രം ലൈഫ് പോവാതിരിക്കും. എന്ന് വെച്ചാൽ എന്തൊക്കെ ചെയ്താലും നമ്മളെ ലൈഫ് തീരില്ല. നമുക്ക് ഡയൽ ചെയ്ത് നോക്കാം. കണ്ടോ, ഇവിടെ ടൈമർ വന്നുണ്ടോ എന്ന് വെച്ചാൽ ഈ ടൈം തീരും വരെ നമുക്ക് ലൈഫിനൊന്നും പറ്റില്ല. അല്ലെങ്കിൽ എക്സാമ്പിൾ കാണിച്ചു തരാം. ഞാനിവിടെ ഒരു മിസൈൽ എടുത്തിട്ടുണ്ട്. നമുക്ക് താഴോട്ട് വിട്ടാൻ ചില കണ്ടോ, ഈ ഫ്രാങ്ക്ലിനൊന്നും പറ്റില്ല. കണ്ടോ ഗൈസ്, വേണമെങ്കിൽ ഞാൻ ഈ കാറിന്റെ അടുത്ത് പോയി കത്തിച്ച് കാണിച്ചു തരാം. നോക്കോ, കണ്ടോ. അല്ലെങ്കിൽ ഫ്രാങ്ക്ലിന്റെ അടുത്ത് പോയി കാർ എക്സ്പ്ലോഡ് ആകുമ്പോൾ ഈ ഫ്രാങ്ക്ലിനും കൂടെ ഡെഡ് ആവുന്നതാണ്. ഇത് ഇൻവിസിബിലിറ്റിയിലാണ്. അപ്പൊ അടുത്ത ചീറ്റ് കോഡ് കാണിച്ചു തരാം. ഈ ചീറ്റ് കോഡ് എന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടോ, എനിക്കിപ്പോൾ വാണ്ടഡ് ലെവലുണ്ട്. അപ്പൊ ഈ ചീറ്റ് കോഡ് അടിച്ചാൽ നമുക്ക് വാണ്ടഡ് ലെവല് ഡിക്രീസ് ആവും. വായിക്കോ, 1 സ്റ്റാർ വാണ്ടഡ് ലെവലാണ് ഇപ്പം. വായിക്കോളൂ. ഓക്കെ ഗൈസ്, കണ്ടോ വാണ്ടഡ് ലെവൽ പോയി. ഇതാ സൈഡിൽ കണ്ടോ, ആക്ടിവേറ്റഡ് വാണ്ടഡ് ലെവൽ ഡൗൺ. അപ്പോൾ നമുക്ക് വാണ്ടഡ് ലെവലായ ഈ ചീറ്റ് കോഡ് അടിച്ചാൽ നമുക്ക് ഈ വാണ്ടഡ് ലെവല് കുറയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് മാറ്റാൻ പറ്റും. അപ്പൊ അടുത്ത ചീറ്റ് കോഡിൽ എത്താം. ഈ ചീറ്റ് കോഡ് ഉണ്ടോ, ഈ ചീറ്റ് കോഡ് നമ്മൾ ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്കൈന്ന് ഫാൾ ചെയ്യും. സ്കൈ ഫാൾ എന്നാണ് ഈ ചീറ്റ് കോഡിന്റെ പേര്. അപ്പൊ നമുക്ക് കൊടുത്തു നോക്കാം. പാരഷൂട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ചെയ്യാവൂ, അല്ലെങ്കിൽ താഴെ ചാവുന്നതാണ്. നോക്കോളൂ, ഇപ്പൊ നമ്മൾ സ്കൈന്ന് ഫാൾ ആവും. ഓക്കെ ഗൈസ്, ഞാൻ വീഡിയോ കട്ട് ചെയ്തൊന്നുമില്ല, തനി ഇതായതാണ്. കണ്ടോ, സൈഡിൽ കണ്ടോ, പാരഷൂട്ട് ഓപ്പൺ ചെയ്യാം. അയ്യോ, പാരഷൂട്ടില്ലേ, നമുക്ക് വെള്ളത്തിൽ വന്നു കഴിഞ്ഞാൽ പാരഷൂട്ട് എടുക്കാൻ ഞാൻ മറന്നു. കണ്ടോ ഗൈസ്, പാരഷൂട്ട്. അയ്യോ, പാരഷൂട്ട് ഇല്ല. ഞാൻ പാരഷൂട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ ചാടിയ നിങ്ങൾ ഓപ്പൺ ഏരിയ പോയി ഇങ്ങനെ ചാടിയ പാരഷൂട്ട് ഇല്ലെങ്കിൽ നിങ്ങൾ ചാവുന്നതാണ് എന്തായാലും. അപ്പൊ അടുത്ത ചീറ്റ് കോഡ് കേട്ടോ. ഇതാണ് അടുത്താണ് നമ്മുടെ ഫൈനൽ ചീറ്റ് കോഡ് ഗൈസ്. അടുത്ത ചീറ്റ് കോഡാണ് ഇത്. നമ്മളെ ബുസാർഡ് ഹെലികോപ്റ്ററിന്റെ ചീറ്റാണ്. ഈ ഹെലികോപ്റ്ററിന്റെ പ്രത്യേകത നമുക്ക് ഈ വെപ്പൺസ് ഒക്കെ ഉള്ള ഒരു ഇതാണ്. വെപ്പൺസ് ഒക്കെ ഉൾപ്പെടുന്ന ഒരു ഹെലികോപ്റ്ററാണ്. അപ്പം ഇവിടെ വെച്ച് നടക്കുമെന്ന്, കാരണം ഇവിടെ ഒരു ചെറിയ ഒരു സ്പേസ് ആണ്. ഇവിടെ ചിലപ്പോ വരുള്ളൂ ചീറ്റ് പ്രോസസ്സിംഗ്. ഓക്കെ, ഇവിടെ വന്നിട്ടുണ്ട് ബുസാർഡിന്റെ ഹെലികോപ്റ്റർ. നമുക്കൊന്ന് റൈഡ് ചെയ്യാം. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനകത്ത് മിസൈല് അല്ലാതെ ഈ ബുള്ളറ്റ്സ് അങ്ങനത്തെ മെഷീൻ ഗണ്ണൊക്കെ ഉണ്ട്. അപ്പൊ അത് വെച്ച് നമുക്ക് പോലീസ് ലെവലായ എല്ലാവരും അറ്റാക്ക് ചെയ്യാം. നോക്കോ, കണ്ടോ ഗൈസ്, വെപ്പൺസ് മാറ്റി നമുക്ക് ഷൂട്ട് ചെയ്യാം. കണ്ടു, നമുക്കിങ്ങനെ ഈ ഹെലികോപ്റ്റർ വെച്ച് എല്ലായിടത്തും ഷൂട്ട് ചെയ്യാം. അതാണ് ഈ ഹെലികോപ്റ്ററിന്റെ പ്രത്യേകത. നമുക്ക് വാണ്ടഡ് ലെവലിൽ അറിയിട്ടുണ്ട്. ഗൈസ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം. എല്ലാവർക്കും ബൈ.